ഹായ് നമസ്കാരം. ഞാൻ ബിജു ഓർജിൻ. BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇടിമിന്നലിൽ നമ്മുടെ ഉപകരണങ്ങൾ നശിച്ചു പോകുന്നതിനെ കുറിച്ചാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപകരണങ്ങൾ നശിച്ചു പോകുന്നത്, അത് നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ ഒഴിവാക്കാം? എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഇടിമിന്നലിൽ ഏറ്റവും കൂടുതൽ നശിച്ചു പോകുന്നത് ഫാനുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെയാണ്. ഇത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അതെങ്ങനെയെന്ന് പറയുന്നതിന് മുമ്പ് ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയാം. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ വയറിങ്ങിലേക്ക് ഒരു വൈദ്യുതി കടന്നു വരും. അത് രണ്ട് രീതിയിൽ കടന്നു വരാം. നമുക്ക് KSEBിയുടെ കണക്ഷൻ കിട്ടുന്ന ഓവർഹെഡ് ലൈൻസ് അതിന്റെ സർവീസ് വയറിലൂടെ, മറ്റെവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലൊക്കെ ഒരു ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അതിലൂടെ വൈദ്യുതി കടന്ന് നമ്മുടെ വീടിനുള്ളിലേക്ക് വരാം. രണ്ടാമത്, നമ്മുടെ വീടിന് തൊട്ടടുത്തേക്ക് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു വോൾട്ടേജ് ഉണ്ടാകുകയും അത് നമ്മുടെ വീടിന്റെ വയറിങ്ങിലേക്ക് കടന്നുകൂടാം. ട്രാൻഷ്യന്റ് വോൾട്ടേജ് എന്ന് അറിയപ്പെടുന്നത്. ഇടിമിന്നലിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് മാർഗ്ഗങ്ങൾ, ഒന്ന് ലൈറ്റ്നിങ് അറസ്റ്റും മറ്റൊന്ന് സർജ് പ്രൊട്ടക്ടറുമാണ്. ലൈറ്റ്നിങ് അറസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ്നിങ് ടെർമിനൽ നമ്മുടെ വീടിന് മുകളിൽ സ്ഥാപിക്കുകയും അത് നേരെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് എർത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. SPD എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് ആണ്. ഇത് നമ്മൾ സ്ഥാപിക്കുന്നത് സാധാരണയായി മെയിൻ സ്വിച്ച് അല്ലെങ്കിൽ ഈ എനർജി മീറ്ററിന് സമീപത്തായിട്ടാണ് സ്ഥാപിക്കുന്നത്. ഇത് സ്ഥാപിച്ച് നേരെ ഭൂമിയായിട്ട് കണക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ എർത്ത് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പ്രധാനമായും ലൈറ്റ്നിങ്ങിൽ നിന്നും സംരക്ഷണം കിട്ടുന്നത് ഈ രണ്ട് മാർഗ്ഗങ്ങളിലൂടെയാണ്. ഇങ്ങനെ ലൈറ്റ്നിങ് അറസ്റ്റും SPD ഒക്കെ സ്ഥാപിക്കുന്നതിന് നല്ല ചെലവ് വരുന്നത് കൊണ്ട് സാധാരണ എല്ലാവർക്കും ഇത് സ്ഥാപിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഇതുപോലെ തന്നെ സാധാരണ കാണുന്ന ഒരു പ്രശ്നമാണ് ദൂരെ എവിടെയെങ്കിലൊക്കെ ഇടിമിന്നൽ ഉണ്ടായാലും നമ്മുടെ വീട്ടിലെ RCCB ട്രിപ്പിംഗ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പരിഹാര മാർഗ്ഗമാണ്, അതായത് RCCB ട്രിപ്പിംഗ് സംഭവിക്കുക ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ. അതുപോലെ ഇടിമിന്നൽ സമയത്ത് നമ്മുടെ ഫാനും ലൈറ്റുകളൊക്കെ നശിക്കുക അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നശിക്കാം. ഒരവസ്ഥയെ നമ്മൾ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് ഞാൻ ഇനി പറയുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിന്റെ വയറിങ്ങിൽ ലീക്കേജ് ഇല്ല എന്നത് ഉറപ്പുവരുത്തുകയാണ്. ചെറിയ രീതിയിൽ പോലും വയറിങ്ങിൽ ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇടിമിന്നൽ നമ്മുടെ വയറിങ്ങിനെ ബാധിക്കുകയും നമ്മുടെ ഉപകരണങ്ങൾ നശിക്കുകയും ചെയ്യും. നമ്മുടെ വയറിങ്ങിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഉപകരണങ്ങൾ നശിക്കുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീടിനുള്ളിലേക്ക് ലൈറ്റ്നിങ് സമയത്ത് അല്ലെങ്കിൽ മിന്നൽ സമയത്ത് എങ്ങനെയാണ് വൈദ്യുതി കടന്നു വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ നമ്മുടെ വയറിങ്ങിലേക്ക് കടന്നു വരുന്ന വൈദ്യുതി നമ്മുടെ ഉപകരണങ്ങളിലൂടെ ലീക്കേജ് ഉള്ള ഭാഗത്ത് കൂടി ഭൂമിയിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് ഉണ്ടാകുകയും അത് നമ്മുടെ ഉപകരണങ്ങളെ കേടാക്കുകയും ചെയ്യും. ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് നമ്മുടെ വീടിന്റെ വയറിങ്ങിലെ ലീക്കേജ് ഒഴിവാക്കുക, അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. ഇതിന് നല്ലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇടിമിന്നലുള്ള സമയത്ത് ചിലപ്പോൾ നമ്മുടെ പ്ലഗ് പോയിന്റിനുള്ളിൽ തീപ്പൊരി കാണാം. ഇതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ വയറിങ്ങിലേക്ക് കടന്നുകൂടുന്ന വൈദ്യുതി പ്ലഗ് പോയിന്റിനുള്ളിൽ എർത്ത് പിന്നും അതുപോലെ നമ്മുടെ വയറിങ്ങും ഏറ്റവും അടുത്ത് വരുന്ന ഭാഗങ്ങളാണ്. അപ്പൊ നമ്മുടെ വയറിങ്ങിലേക്ക് കടന്നു വരുന്ന വൈദ്യുതി ഈ പ്ലഗിന്റെ എർത്ത് പിന്നിലേക്ക് ചാടി പോകുമ്പോഴാണ് അവിടെ ഒരു വലിയൊരു സ്പാർക്കിംഗ് ഉണ്ടാകുകയും ഒരു തീ പോലെ നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഉപകരണങ്ങളിലും സംഭവിക്കുന്നത്. വയറിങ്ങിലോ മറ്റോ ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഉപകരണങ്ങളിലേക്ക് കടന്നു കയറിയിട്ട് അത് നേരെ വയറിങ്ങിന് ലീക്കേജ് ഉള്ള ഭാഗത്തൂടെ ഭൂമിയിലേക്ക് പോവുകയും ആ ഉപകരണം നശിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും ഇടയ്ക്കിടയ്ക്കുള്ള ട്രിപ്പിംഗ് ഒക്കെ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ വയറിങ്ങിന്റെ ഇൻസുലേഷൻ ക്വാളിറ്റി നിലനിർത്തുക എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടി പറയാം. അനാവശ്യമായ RCCB ട്രിപ്പിംഗ്, രണ്ടാമത് കറണ്ട് ബില്ല് കൂടുക, മൂന്നാമത് ഇടിമിന്നൽ സമയത്ത് നമ്മുടെ ഉപകരണം നശിക്കുക, അതുപോലെ തന്നെ RCCB ട്രിപ്പിംഗ് സംഭവിക്കാം. മഴക്കാലം വരാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു പ്രീ മൺസൂൺ മെയിൻ്റെനൻസ് പോലെ നമുക്ക് ഇലക്ട്രിക്കൽ വയറിംഗ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? നിങ്ങളുടെ വയറിംഗ് സുരക്ഷിതമാണോ നമുക്ക് ഉറപ്പുവരുത്താം. അതിന് വേണ്ടിയിട്ട് BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസ് ഒരു പാക്കേജ് തയ്യാറാക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള വീടുകളിലെത്തി വയറിംഗ് ടെസ്റ്റ് നടത്തി കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ചെലവിലായിരിക്കും ഇത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. അപ്പോൾ BS ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്നുള്ളത് കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.